ഇപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള ലെവലിൽ ചോദിക്കുന്നതായിരിക്കാം. ഈ എന്താണ് ഈ ആനകളുടെ പുറകെ തന്നെ നിങ്ങളിങ്ങനെ നടക്കുന്നത്? എൻ്റെയൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു മൃഗമാണ് ആന, ഒന്ന്. പിന്നെ രണ്ടാമത്, അതൊരു ഡൊമസ്റ്റിക് ആനിമൽ അല്ല. ആനകളെപ്പറ്റി എനിക്ക് ഒത്തിരി തെറ്റായ ധാരണകളും ഒത്തിരി തെറ്റായ ചിന്താഗതികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആനകളെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചു, ആനകളുള്ള കാടുകളിൽ കൂടുതൽ പോകാൻ തുടങ്ങി, ആനകളെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, അറിയാവുന്ന ആൾക്കാർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എനിക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പിടുത്തം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ആനയുടെ പുറകെ പോകുന്നതും ആനകളെപ്പറ്റി ക്ലാസ്സുകൾ എടുക്കുന്നതും ആനകളെപ്പറ്റി പഠിക്കും. പിന്നെ ഒത്തിരി ഇത്ര പഠിച്ചാലും തീരുമാനത്തിന് മുഖമാണ് ഈ ആന. നമ്മൾ അറിയുന്ന ഒരു ജീവിയല്ല ഈ ആന. ആ ഒരു കാരണത്തിനാണ് ആനകളെപ്പറ്റി കൂടുതൽ ഉള്ള കാറുകളിൽ പോകുന്നത്, ആനകളെപ്പറ്റി കൂടുതൽ നമ്മൾ വീഡിയോസ് എടുക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ ഏത് വന്യജീവിയാണെന്ന് പറഞ്ഞാൽ, ഇൻസെക്ട്സ് ആണെന്ന് പറഞ്ഞാൽ, നിസ്സാര ഉറുമ്പാണെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെപ്പറ്റി അറിയുകയോ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകുന്നതായിരിക്കും, ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം പലതിനും പല സ്വഭാവമാണ്. ഇപ്പോൾ ആനകളെ 10 ആനകളെടുത്താൽ 10 ആനകൾക്കും 10 സ്വഭാവം. ചിലർ പറയും ആനകൾ എല്ലാം ആക്രമിക്കും, എല്ലാവരെയും കൊല്ലും. അങ്ങനെയൊന്നുമില്ല. ആനകളെ ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ ആന അതിനെ കൊന്നിരിക്കും. അത് എത്ര ദൂരെ ആയാലും ഓടി നമ്മളെ അത് ആക്രമിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും. എന്നാൽ നമ്മളൊന്നും അറിഞ്ഞിരിക്കേണ്ടത്, അതുങ്ങളുടെ ഹാബിറ്റാറ്റിലേക്ക് നമ്മൾ കയറുന്നു, അതുങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നു, അതുങ്ങൾക്ക് മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്നു, അതുങ്ങളുടെ കോറിഡോറുകളിലെ നമ്മൾ അടയ്ക്കുന്നു. അപ്പം അതിനെ കൂടുതൽ ഒരു പ്രകോപനത്തിലേക്ക് മനുഷ്യനാണ് മാറ്റുന്നത്. ഇപ്പം നമ്മൾ എവിടെ നോക്കിയാൽ മതി ഒരു വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ നമ്മളൊക്കെ തന്നെയാണ്. അപ്പം ഈ ഓരോ വന്യജീവികളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക. അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ആനകളെപ്പറ്റി കൂടുതൽ ചെയ്യുന്നതും ആനകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജീവിയാണ്. ഏത് തരത്തിൽ ഫോട്ടോ എടുത്താലും ഏത് തരത്തിൽ വീഡിയോസ് എടുത്താലും ഏത് ആംഗിൾ നോക്കിയാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മൃഗമാണ് ആന.